നഗറിലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ബേക്ക്വേയിലേക്കുള്ള ബസ് എടുക്കുന്നത്. 218 എന്ന ബസ് നമ്പറിലാണ് നമ്മൾ ബേക്ക്വേയിൽ പോയി ഇറങ്ങുന്നത്. സ്റ്റാൻഡ് ഡി എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 12:03 ബസ് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് നേരത്തെ എത്തിയിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഫൈൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേഗം ബസ്സിൽ കയറാം. നമ്മളിപ്പോൾ ബസ്സിൽ കയറി. ഞാനിങ്ങനെ ഫോണിൽ ശ്രദ്ധിച്ചതുകൊണ്ട് എന്തോ ഭാഗത്തിനാണ് വണ്ടി കണ്ടത്. നമ്മള് കൈ കാണിച്ചില്ലെങ്കിൽ ബസ് നിർത്തില്ല. ഈ ബസ് കിട്ടിയില്ലെങ്കിൽ ഇനി ബസ് അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ലക്കിന് നമുക്ക് ബസ് കിട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് ബസ്സിൽ കയറുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോറി. അപ്പോൾ നമ്മളെൻ്റെ ബസ്സിൽ കയറി. ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചില്ലാവേ. അപ്പോൾ നേരെ ബേക്ക്വേയിലേക്ക് കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങി. പക്ഷെ കുറച്ച് മഴ പൊടിയുന്നുണ്ട്. നല്ല വെയിലായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ, പക്ഷെ ഇപ്പം നല്ല മഴയുണ്ട്. അപ്പം നമ്മൾ നോക്കാം എങ്ങനെയാണ് കണ്ടീഷൻ കേട്ടോ. നിഞ്ച ഹൈബസ് ഒക്കെയാണ് പോണത്. ബൈക്കേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് കണ്ട സെയിം കാര്യമാണ് ബൈക്കേഴ്സ്. കത്തണമെന്നൊക്കെ കേട്ടോ. ഏതൊരു ബൈക്ക് ഉണ്ട്. എൻ്റെ സൗണ്ട് കേട്ടിട്ടോ നോക്കാം നമുക്ക്. അല്ല ഡുക്കാറ്റി വേറെ എന്തൊക്കെയോ വണ്ടികൾ വരുന്നുണ്ട്. സഞ്ചരിത വണ്ടി. ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ബേക്ക്വേയിലെ മാർക്കറ്റ് സ്ട്രീറ്റ് ആണ്. മാർക്കറ്റ് സ്ട്രീറ്റ് സൺഡേസ് ഒന്നും ഓപ്പൺ അല്ല. ആക്ച്വലി മൺഡേയ്സും തേഴ്സ്ഡേയ്സ് ആണ്. ഞാനത് ഉറപ്പാക്കിയിട്ട് ഞാനിവിടെ ഇന്നലത്തെ എഴുതി കൊടുക്കുക കേട്ടോ. എന്തായാലും മൺഡേ ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ വന്നത്. സോ വി ആർ ഓൺ ടു അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ആദ്യത്തെ മാർക്കറ്റ് ഇതായിരുന്നു കേട്ടോ. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. കുറേ കുട്ടി ഷോപ്സായിരുന്നു. ഇങ്ങനെ ഷെഡൊക്കെ പോലെ കെട്ടിയിട്ട് കുട്ടി ഷോപ്സ്. നമ്മളവിടെ എത്തിയപ്പോഴത്തേനും കുറച്ച് മഴ ചാറുന്നുണ്ടായിരുന്നു. ബട്ട് അത്ര മഴ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം കാണാൻ പറ്റി. പിന്നെ കുറേയധികം ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും അത്ര ക്വാളിറ്റി ഇല്ല. അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവും ആയിരുന്നു. കുറേയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. അതിൻ്റെ അത്ര പൈസക്ക് അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം തോന്നിയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് അങ്ങോട്ട് നടന്നു. പിന്നെ ഇവിടുത്തെ എല്ലാവരെയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഓരോ ഡോഗ് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അവർ ഭയങ്കര കുഞ്ഞുങ്ങളെ പോലെയാണ് അതിനെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഓരോ പട്ടിക്കുട്ടികളുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഡ്രസ് കട ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നോക്കുമ്പോഴത്തേനും ഭയങ്കര റേറ്റായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഈ ഒരു പിങ്ക് ഡ്രസ്സിന് 20 pounds അവർ എഴുതിയിട്ടുണ്ടായത്. നമ്മുടെ നാട്ടിൽ 2000 രൂപ. അത്രക്കൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായപ്പോഴും പിന്നെ നമ്മളതൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഇതെന്തോ ഒട്ടും രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ചെടി ഇഷ്ടപ്പെട്ടു. ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ചെടിയായിരുന്നു.
പിന്നെ നമ്മൾ അടുത്തത് പോയതാണ് ഈ പോർട്ട്ലാൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ക്വയറിലേക്ക്. ഇവിടെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാര്യമായിട്ട് ഒന്നുമില്ല, പക്ഷെ കുറേ നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ട്. ഭയങ്കര ഓൾഡായിട്ടുള്ള കുറേ നല്ല പണ്ടത്തെ ബിൽഡിങ്സ് പോലത്തെ നല്ല സ്ട്രക്ചേർഡായിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട്. നമ്മൾ ആദ്യം ഈ കടയിൽ കയറിയിട്ടോ, ഗിഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കടയിൽ ഇവരിതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്ക് റൂമിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് അവരുണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ, എന്തൊരു ഭംഗിയാലേ കാണാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ കുറേ പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കരഞ്ഞിറങ്ങത്തുള്ളൂ, അതുപോലെയാണ്. കാരണം നമുക്കെല്ലാം നമുക്ക് എടുക്കണം എന്നുള്ള ഫീൽ തോന്നും. അതുപോലെ തന്നെ ഒരുപാട് കുറേ നല്ല ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു, വൈറ്റ് ഡ്രീം ക്യാച്ചർ. പക്ഷെ ഞാൻ എടുത്തില്ല. അതിന് പകരം നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ ഒരു സംഭവം എടുത്തായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഐ ലവ് ബേക്ക്വെൽ എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ തന്നെ ഒരു ഗിഫ്റ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് മാഗ്നറ്റ് മേടിക്കുന്നത്. ഐ ലവ് ബേക്ക്വെൽ എന്ന് പറഞ്ഞൊരു മാഗ്നറ്റ് മേടിച്ചു. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ പോയിട്ട് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, നമുക്കിതൊക്കെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ വുഡൻ ഒരു സംഭവത്തിലാണ് വന്നത്. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബേക്ക്വെല്ലെ റട്ട്ലാൻഡ് ആംസ് ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണ്. കാരണം ജെയിൻ ഓസ്റ്റൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഇവിടെ വന്നിട്ടാണ്, നമ്മൾ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ ആ ബുക്ക് ഇവിടെ വന്നിട്ടാണ് എഴുതിയത്. കുറച്ച് ഭാവകങ്ങൾ ഇവിടെ വന്നിട്ടാണ് എഴുതിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്ത നമ്മൾ പോയത് ദ ഓൾഡ് ഒറിജിനൽ ബേക്ക്വെൽ ഷോപ്പ്. ഇവിടെയാണ് നമ്മുടെ ബേക്ക്വെല്ലിലെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ ബേക്ക്വെൽ ടാർട്ട് കിട്ടുന്നത്. അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബേക്ക്വെല്ലിലെ ഫേമസ് ആയിട്ടുള്ള ബേക്ക്വെൽ ടാർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പുറകിലൊരു സ്റ്റോറി ഉണ്ട്, അത് ഞാനത് കഴിക്കുമ്പോൾ പറയാവേ. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുന്നുണ്ട്, അത് ഇവിടുത്തെ മെയിൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എന്തായാലും ഒരു 3/4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ തോന്നുന്നു, നമുക്ക് ക്യൂ നിന്നത് മേടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ക്യൂ നിൽക്കുന്നത് ഈ ടാർട്ട് എടുക്കാനാട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്യൂ നിന്ന് മേടിക്കുന്നത് ഇതാണ്. ഇതിനെനിക്ക് തോന്നുന്നു 5.50 ആണ് പൗണ്ട്. 5 pound and 50 pence. നമ്മുടെ നാട്ടിൽ 550 രൂപ, 100 കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ. അപ്പം നമുക്കിത് മേടിക്കാം. നമ്മളന്ന് പോയത് മൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ അന്ന് ബാങ്ക് ഹോളിഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ 2 ടൈപ്പ് ടാർട്ടാണ് ഇരുന്നിട്ടുണ്ട് കണ്ടത്. ഒന്നൊരു ഐസിങ് ഉള്ളതുണ്ടായിരുന്നു, ഒരു ഐസിങ് ഇല്ലാത്തതുണ്ടായിരുന്നു. നമ്മളെടുത്തത് ഐസിങ് ഉള്ളതായിരുന്നു കേട്ടോ. 2 സെയിം റേറ്റ് ആയിരുന്നു കേട്ടോ. ഗൂഗിളിൽ നമ്മൾ ബേക്ക്വെൽ ഗാർഡൻ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേനും വരുന്ന ഒരു സ്ഥലമാണ് ബാത്ത് ഗാർഡൻസ്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം, അവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഗാർഡനാണ്. വലിയ പൂക്കളോ അങ്ങനെ കുറേ മരങ്ങളോ ഒന്നുമില്ല, പക്ഷെ എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കാവേ. പിന്നെ ഇത് നമ്മുടെ ബേക്ക്വെല്ല് തിങ്സ് ടു ഡു, അല്ലെങ്കിൽ എന്താണ് അവിടെ കാണാനുള്ളതെന്ന് നോക്കുമ്പോഴത്തേനും അതിൻ്റെ ലിസ്റ്റിൽ വരുന്ന 1ാമത്തെയോ 2ാമത്തെയോ സ്ഥലമാണ് ഈ ബാത്ത് ഗാർഡൻസ്. ഇതെല്ലാം വന്നേക്കുന്നത് ഒരു സെൻറ്ററിലേക്കാണ്. ആ സെൻറ്ററിൽ മൊത്തമാണ് ഈ പറഞ്ഞ ടാർട്ട് ഷോപ്പും ബേക്ക്വെൽ പുഡിംഗ് ഷോപ്പും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്. അതുപോലെ തന്നെ പോർട്ട്ലാൻഡ് സ്ക്വയർ, റട്ട്ലാൻഡ് സ്ക്വയർ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്.
അപ്പം ഇതെല്ലാം വന്നേക്കണത് ഒരു സെൻറ്ററിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അടുത്തടുത്താണ് എല്ലാ സ്ഥലങ്ങളും. അതുപോലെ തന്നെ ഇനി നമ്മൾ ഒരു ചേർച്ചിലും കാണാനുണ്ട്, അതുപോലെ തന്നെ ബേക്ക്വെൽ ബ്രിഡ്ജും കാണാനുണ്ട്. ഇനി നമ്മൾ ഈ 2 സ്ഥലത്തേക്കായിരിക്കും പോണത്. അതിനു മുന്നേ നമ്മുടെ പുഡിംഗ് നമുക്ക് കഴിക്കണം. അപ്പം നമ്മൾ ബാത്ത് ഗാർഡൻസ് ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇത്ര തന്നെ ഉള്ളൂ ബാത്ത് ഗാർഡൻസ് കാണാൻ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചേർച്ചിലേക്കാണ്. ചേർച്ചിൻ്റെ നെയിം ഞാൻ വിട്ടുപോയി, പക്ഷേ ഹോപ്പ്ഫുള്ളി ഇപ്പം തന്നെ പറയാം കേട്ടോ. ഇതാണ് ബേക്ക്വെൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതാണ് ഓൾ സെയിൻറ്റ്സ് പാരിഷ് ചേർച്ച് ബേക്ക്വെൽ. ബേക്ക്വെല്ലിലെ ഫേമസ് ആയിട്ടുള്ള ചേർച്ചാണ്. ആദ്യം കണ്ടത് നമ്മുടെ സിമിട്രി ആയതുകൊണ്ടാണ് എനിക്ക് നല്ല പേടിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് എന്തായാലും പോവാല്ലേ. കമാ. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും വീണ്ടും പോകാൻ തോന്നുന്നു. അത്ര ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും വരണേ ഇങ്ങോട്ടേക്ക്. നമ്മളപ്പോൾ ഈ സിമിട്രിയുടെ സൈഡിൽ കൂടെ നടന്ന് പള്ളിയിൽ കയറാൻ നോക്കുവാണ് കേട്ടോ. ഇതിൽ കൂടെ ഒരു വേ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഏറ്റവും കൂടുതൽ കണ്ടത് കല്ലറ കേട്ടോ. കണ്ട നിറച്ച് കല്ലറോളാം അതിനകത്ത്, ഒരു രക്ഷയില്ല. തുണി നൈറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിയാവും. വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഇത് പള്ളിയുടെ ഫ്രണ്ടാണോന്ന് അറിയില്ല കേട്ടോ. ശരിക്കൊരു എന്താ പറയാ, ഒരു അനക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ കേട്ടോ. രക്ഷയിലാകണം. നൈറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ എന്താ ദൈവമേ പേടിക്കും. ഫുൾ കല്ലറയാ. നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള പ്ലാനാണ്. ഓടിപ്പോകുന്നുണ്ട്. ഇതായിരുന്നു കേട്ടോ പള്ളിയുടെ ഉൾഭാഗം. ഞാനാണെങ്കിൽ ഇങ്ങനെ പള്ളിയുടെ ഉൾഭാഗത്തേക്ക് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേനും എന്തോ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട് കുരിശിനടിയിൽ. പക്ഷെ എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ, അതെന്താണ് ആ രൂപമെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഇതായിരുന്നു പള്ളിയുടെ ഒരു ഉൾഭാഗം. അതിൽ ആ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളുടെ മാമോദീസ തൊട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തോക്കി ഇറങ്ങി. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂസിയം കാണാൻ പോവുകയാണ്. ബേക്ക്വെല്ലെ മ്യൂസിയം ആണെന്ന് തോന്നുന്നു. കാണാൻ പറ്റുമെന്ന് അറിയില്ല, എൻട്രി ഫീ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് മ്യൂസിയം എന്ന്. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കുവാണ്. ഇതേനാ ബേക്ക്വെൽ ഓൾഡ് ഹൗസ് മ്യൂസിയം ഗൈസ്. അപ്പോൾ നമ്മൾ പോയി നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ മ്യൂസിയത്തിൽ 6.something ഉണ്ട് എൻട്രി. 6.50 ആയിരുന്നു അഡൽസിനും, പിന്നെ 4.50 ആയിരുന്നു ചിൽഡ്രൻസിനും. അപ്പം നമ്മൾ എന്തായാലും കയറിയില്ല, കാരണം നമ്മളുടെ പ്ലാനിൽ അതുണ്ടായിരുന്നില്ല. നമ്മളെ പ്ലാനില്ലാത്ത സംഭവമായിരുന്നു. നമ്മളിവിടെ ചർച്ചിൽ വന്നപ്പോഴാണ് ആ മ്യൂസിയത്തിൻ്റെ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാ. നോർമൽ ചെറിയൊരു ഹൗസ്, ഇവിടത്തെ ഒരു ഹൗസ് മോഡൽ ആയത് എൻ്റെ ഫ്രണ്ട് കണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതെ. അപ്പം നമ്മൾ ചർച്ചയിൽ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ്. ബേക്കൽ ബ്രിഡ്ജിലേക്കും പിന്നെ ലോക്ക് ബ്രിഡ്ജാ, അവിടേക്കാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇതാണ് ഇവിടുത്തെ ബേക്ക്വെൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജിൽ കൂടിയാണ് നമ്മളെ നേരത്തെ ബസ് വന്നതും. ആ ബ്രിഡ്ജിന്റെ സൈഡിൽ കൂടെയുള്ള ലവ് ലോക്ക് ബ്രിഡ്ജിലോട്ടാണ് നമ്മൾ പോകുന്നത്.
ആണ് കേട്ടോ ബേക്ക്വെൽ ബ്രിഡ്ജ്. നല്ല ഭംഗിയില്ലേ ഈ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ കുറേ ഡക്കൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ അധികം ആഴമില്ല കേട്ടോ, കാരണം നമുക്കിതിൻ്റെ ബേസ് കാണാൻ പറ്റും. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളുടെ ഫേമസ് ലവ് ബ്രിഡ്ജ്. നമ്മളിപ്പോൾ ഉള്ളത് ബേക്ക്വെല്ല് ഫേമസ് ആയിട്ടുള്ള ലവ് ലോക്ക് ബ്രിഡ്ജിലാണ് കേട്ടോ. ഫുള്ള് ലവ് ലോക്സ് കൊണ്ടിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. പക്ഷേ എല്ലാവരും പറയുന്നത് നല്ലതല്ല എന്നാണ് ഇങ്ങനെ ലവ് ലോക്ക് ഒക്കെ ഇടുന്നത്. എന്തായാലും നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്തായാലും 2-3 ഫോട്ടോസ് എടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ അതുവഴി ആ സ്ട്രീറ്റ് വരെ നേരെ പോകുമ്പോൾ ഒരുപാട് കുറച്ച് കുട്ടി കുട്ടി ഷോപ്സൊക്കെ ആയിട്ട്, ഫുഡ് ഷോപ്സൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ ഫുഡ് വാനൊക്കെ വന്ന് കിടക്കില്ലേ, അതുപോലെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ നേരെ പോയത് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബേക്ക്വെല്ലിലെ ഫിഷ് ആൻഡ് ചിപ്സ് ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ചിപ്സ് ഓക്കെ, നല്ലതാണോ? നല്ലതെന്ന് പറയാനില്ല, നമ്മളെ ഉരുളക്കിഴങ്ങ് കറക്റ്റ് പുഴുങ്ങിയത്, വേറെ വ്യത്യാസമൊന്നുമില്ല. സൂപ്പർ. അടുത്തത് ഫിഷ് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാണ് നമ്മുടെ സംഭവം. പക്ഷേ ഫിഷ് നല്ല ചൂടാണ്, നല്ല ചൂടാണ്. നമുക്ക് പതുക്കെ അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റാൻ നോക്കാം. നീ പോട്ടെ. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഫിഷ് ആൻഡ് ചിപ്സ് തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ഡിഷാണ്. ബേക്ക്വെല്ലത്തെ ഫിഷ് ആൻഡ് ചിപ്സ് സൂപ്പറാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിച്ചാണ്. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത് അറിയില്ല. വീട്ടിലോട്ടായിരിക്കും. നമുക്ക് നോക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. ആൻഡ് ഇതൊക്കെ ആസ്വദിച്ച് ഇന്നിവിടെ ബാങ്ക് ഹോളിഡേ ആണ് ആക്ച്വലി. അപ്പോൾ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഇനിയിപ്പം പയ്യെ ഈ ഐസ്ക്രീം കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പയ്യെ നമ്മളിനി പോകാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മളൊരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചു. സോ നമ്മുടെ ഇവിടുത്തെ ബേക്ക്വെൽ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. ബേക്ക്വെല്ലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ബസ് കയറാനിരിക്കുവാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ബസ് കയറാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ. വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ടാർട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ വീട്ടിലെത്തി ടാർട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഇത് അവിടുത്തെ ഫേമസ് പുഡിംഗ് ആണ്. ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റട്ട്ലൻഡ് ആംസ് ഹോട്ടലിൽ ഒരു കുക്ക് ഇതുപോലത്തെ ടാർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ
ബൈ മിസ്റ്റേക്ക് റെസിപ്പി മാറിപ്പോയിട്ട് ഈ ഒരു ടാർട്ടിലേക്ക് ഉണ്ടാക്കി. പക്ഷെ അത് ഒരുപാട് ഫേമസ് ആയി. പക്ഷെ നിങ്ങൾ ഇനിയിപ്പോൾ ബേക്ക്വെൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേനും ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്നത് അവിടുത്തെ ഒഫീഷ്യൽ ഓൾഡ് ഒരു ഷോപ്പുണ്ട്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബേക്ക്വെൽ പുഡിംഗ് ആണ്. അതാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഐസിങ് ആണിത് വന്നത്. ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല. നല്ല കട്ടിയുണ്ട് കേട്ടോ. മര്യാദക്ക് വന്നില്ല, പക്ഷെ വന്നതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സാധനം നല്ലതാണ്. ഈ ഒരു ക്രസ്റ്റ് മുകളിലത്തെ ഐസിങ്ങിന് വേറെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട് ഈ ഐസിങ്ങിന്. അതിൻ്റെ ഐസിങ്ങിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം നിങ്ങൾ ബേക്ക്വെല്ലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അവിടെ പോയിട്ടുള്ളവരൊക്കെ കമൻസ് ഒക്കെ പറയൂ നിങ്ങൾക്ക് ബേക്ക്വെൽ ഇഷ്ടമായോ എന്നൊക്കെ. പോകാത്തവരൊക്കെ പോയി കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.